21ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൃത്യം 6 മണിക്ക് തന്നെ ഉദ്ഘാടന ചടങ്ങ് നടക്കും. എല്ലാ ഒരുക്കങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ സംവിധായകൻ കമൽ തന്നെയാണ്. അദ്ദേഹം തന്നെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മോട് കൂടിയുണ്ട്. അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. സാർ, ഈ ചലച്ചിത്ര മേള തുടങ്ങുന്നത് അല്ലെങ്കിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് മുമ്പ് ദേശീയഗാനം കേൾപ്പിക്കണം എന്നൊരു വിധി ഉണ്ടായിരുന്നല്ലോ സുപ്രീം കോടതിയിൽ. ആദ്യ ദിവസങ്ങളിൽ പ്രദർശനം ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെ പ്രേക്ഷകരുടെ ഒരു പ്രതികരണം എങ്ങനെയുണ്ടായി? ഇന്നിപ്പോൾ 2 ഷോ കഴിഞ്ഞു. 2 ഷോ കഴിഞ്ഞപ്പോഴും നമ്മളെല്ലാ തിയേറ്ററുകളിലും ദേശീയഗാനം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധമോ വലിയൊരു ബഹളമൊന്നും ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇത് ആവർത്തിച്ച് വരുമ്പോൾ പ്രേക്ഷകർ എങ്ങനെയാണ് ഇതിന് പ്രതികരിക്കാമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി ഇന്ന് വളരെ സുപ്രധാനമായൊരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. അതായത് എല്ലാ ഷോയ്ക്കും മുമ്പും ദേശീയഗാനം വെക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ആ വ്യക്തത വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് എല്ലാ തിയേറ്ററിലും ദേശീയഗാനം വെച്ചേ പറ്റൂ. അതിനോട് പ്രതികരിച്ച് തിയേറ്ററിൻ്റെ അകത്ത് പ്രതികരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കോടതിയലക്ഷ്യമാവും. അതൊരു എന്താണ് ക്രിമിനൽ കുറ്റമായിട്ട് മാറും, നമ്മളെ ദേശീയ ഗാനത്തെ അവമാനിച്ചു എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തിയേറ്ററിൻ്റെ അകത്ത് അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകരുതെന്നാണ് എനിക്ക് ഡെലിഗേറ്റ്സിനോട് അപേക്ഷിക്കാനുള്ളത്. അവർക്ക് പ്രതിഷേധിക്കണമെങ്കിൽ മറ്റു വേദികൾ തിരഞ്ഞെടുക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു വ്യക്തത കുറവ് ഉണ്ടായത് കൊണ്ടാണോ നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കുക ഇക്കാര്യത്തിലൊരു കൃത്യത ഉണ്ടാക്കി? നമ്മൾ പോയിട്ടില്ല, അതൊരു ഫിലിം സൊസൈറ്റിയാണ് പോയത്. ഞങ്ങൾക്കിപ്പോൾ ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ള രീതിയിൽ അങ്ങനെ സുപ്രീം കോടതിയെ വെല്ലുവിളിച്ച് പോകേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ദേശീയഗാനം വെക്കുന്നതിൽ തെറ്റില്ല. തിയേറ്ററുകളിൽ ദേശീയഗാനം അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ അങ്ങനെ നടപ്പിലാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചലച്ചിത്ര അക്കാദമി അങ്ങനെ ഒരു അപ്പീൽ പോകാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രൈവറ്റ് ഒരു ഫിലിം സൊസൈറ്റിക്കാർ പോവുകയും അതിൻ്റെ ഒരു വിധിയാണെന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സത്യത്തിൽ അതുകൊണ്ടൊരു ഗുണമുണ്ടായത്, ഞങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി. ഓരോ ഷോയ്ക്ക് മുമ്പും വെക്കേണ്ടതുണ്ടോ അതോ ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം മതിയോ എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായൊരു ധാരണ ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. തലസ്ഥാന നഗരം മൊത്തത്തിൽ ഒരു ഉത്സവ ലഹരിയിലാണ്. പതിവിൽ കാണാത്ത തിരക്കിലുള്ള ഒരു തിരക്ക്, എല്ലാ തിയേറ്ററുകളിലും മണിക്കൂറുകൾ നീണ്ട ക്യൂ. ഒരുക്കങ്ങൾ എത്രത്തോളമായി? ഇനി 7 ദിവസം ഉത്സവത്തിൻ്റെ രാവുകളിൽ എങ്ങനെയാണതെന്ന്? എല്ലാ ഒരുക്കങ്ങളും ഏതാണ്ട് പൂർണ്ണമായി തീർന്നിരിക്കുകയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഇനിയിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഉദ്ഘാടന കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. ഉദ്ഘാടന കർമ്മത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കൃത്യം 6 മണിക്ക് തുടങ്ങാനാണ് ആലോചിക്കുന്നത്. നമ്മുടെ ഉദ്ഘാടന ചടങ്ങ്, ഔപചാരികമായ ചടങ്ങിന് ശേഷം ഒരു സാംസ്കാരിക പരിപാടിയുണ്ട്. ഈ സാംസ്കാരിക പരിപാടി 21 മിഴാവുകളുടെ ഒരു മേളമാണ്. ആ 21 കാരണം 21ാമത്തെ ചലച്ചിത്രമേളയാണ്. അതോടൊപ്പം തന്നെ വജ്രകേരളത്തിൻ്റെ പ്രതീകമായിട്ട് 60 മോഹിനിയാട്ടം നർത്തകികൾ ഇതിനോടൊപ്പം തന്നെ അവരുടെ നൃത്ത പ്രകടനം കൂടി ഉണ്ടാവും. ഇത് മാത്രമാണ് സാംസ്കാരിക പരിപാടി. അതൊരു 15 മിനിറ്റ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഓപ്പണിംഗ് ഫിലിം കൂടെ കാണിക്കും. അതെ, എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം നടക്കുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്ന പ്രധാന വേദിയിലാണ്. ഇനി 7 ദിവസങ്ങൾ ചലച്ചിത്ര പ്രേമികൾ ഉത്സവമാക്കി മാറ്റുന്ന ദിവസങ്ങളായിരിക്കും ഉണ്ടാവുക. 62 രാജ്യങ്ങളിൽ നിന്നുള്ള 185ഓളം ചിത്രങ്ങളാണ് ഈ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ ചിത്രങ്ങളുടെ പ്രദർശനം, ലോക സിനിമ വിഭാഗത്തിലുള്ള ചിത്രങ്ങളുടെ പ്രദർശനം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 5 തിയേറ്ററുകളിലായി ഏതാണ്ട് 11ഓളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. വൈകിട്ട് 6 മണിക്ക് ഉദ്ഘാടന ചടങ്ങ് നടന്നതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മേളയ്ക്ക് തിരികൊളുത്തിയതിനു ശേഷം ഉദ്ഘാടന ചിത്രമായി അഫ്ഗാൻ ചിത്രമായ പാർട്ടിങ് പ്രദർശിപ്പിക്കുന്നുണ്ട്. അതോടുകൂടി മേളയ്ക്ക് ഔദ്യോഗികമായി തിരിതെളിയും. നാളെ രാവിലെയോടുകൂടി മത്സര വിഭാഗ ചിത്രങ്ങളുടെ പ്രദർശനവും ആരംഭിക്കും. 15 മത്സര ചിത്രങ്ങളാണ് ഇത്തവണത്തെ രാജ്യാന്തര ചലച്ചിത്രമേളയിലുള്ളത്. 2 മലയാള ചിത്രങ്ങൾ കൂടിയുണ്ട് എന്ന പ്രത്യേകത കൂടി ഉണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തലസ്ഥാന നഗരിയിൽ എല്ലായിടത്തും കാണാൻ കഴിയുന്നു. ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായിരിക്കുന്നു. മണിക്കൂറുകൾ മാത്രം കഴിയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വേദിയിൽ വെച്ച് 21ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും.